മക്കയിലെ മുശ്രിക്കുകൾ രണ്ട് പടച്ചോനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ വിശ്വസിക്കുന്ന അതേ പടച്ചോനെ അവരും അംഗീകരിച്ചു. പടച്ചവൻ ഉണ്ടെന്നും പടച്ചവനാണ് സൃഷ്ടാവെന്നും അവനാണ് സംരക്ഷകനെന്നും വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള് വസഖറ ശംസ വൽ ഖമർ ലയഖൂലുന്നല്ലാഹ്. ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ആരാണ് സൂര്യചന്ദ്രന്മാരെ ശരിപ്പെടുത്തി ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആകുന്നു എന്ന്. പക്ഷേ ആ റബ്ബിനെ മാത്രം ഇബാദത്തെടുക്കുന്നിടത്ത് അവർ പഴച്ചുപോയി. പകരം മഹാന്മാരായ അമ്പിയാക്കന്മാരെ, ഔലിയാക്കന്മാരെ, അന്ന് ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, ലാത്തയെ, ഉസ്സയെ, മനാത്തയെ അവർ ആരാധിച്ചു, പ്രാർത്ഥിച്ചു. എന്താ ന്യായം? മാന അബ്ദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ. ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രമല്ലാതെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല എന്ന്. അപ്പോൾ ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതാ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കും എന്ന് പറയുകയും പ്രാർത്ഥിക്കും നമ്മൾ കേൾക്കുകയും ചെയ്യുന്നു. അതിന് ഫത്വ കൊടുക്കുന്നു. അവരെന്താ പറയുന്നത്? ഇബ്രാഹിം നബി, മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പടച്ചോനല്ല. അവരൊക്കെ മഹാന്മാരായ ആളുകളല്ലേ? അവരെ മുമ്പിൽ വെച്ചുകൊണ്ട്, അവരെ ഇടക്ക് വെച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവോട് പറയുന്നു, നമ്മൾ അവരോട് പറയുന്നു, അവർ അള്ളാഹുവോട് പറയുന്നു. അപ്പോൾ വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചത്. അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് മക്കയിലെ മുശ്രിക്കുകൾ പറ്റി അതേ തകരാറ്. മൊഹീദ്ദീൻ ഷെയ്ഖിനാണോ പടച്ചോനാണോ? നമ്മളെ കൂടുതൽ അറിയുക പടച്ചവനാണ്. അപ്പോൾ ഈ അടിസ്ഥാനപരമായ അബദ്ധമാണ് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിൽ ആളുകൾക്ക് പറ്റിയിട്ടുള്ളത്.